എന്നാൽ പിന്നീട് ഒരു പുതിയ കഥാപാത്രം രംഗപ്രവേശനം ചെയ്തു. ലിൻസെ ഈസ്റ്റ് സ്വയം ഒരു ബ്രിട്ടീഷ് ഇൻ്റലിജൻസിലെ ജൂനിയർ സീക്രട്ട് ഏജന്റ് എന്ന് വിശേഷിപ്പിച്ചു. റേച്ചൽ സംരക്ഷണത്തിലാണെന്നും മാർക്ക് ഇപ്പോൾ ഒരു രഹസ്യ സർക്കാർ ഓപ്പറേഷന്റെ ഭാഗമാണെന്നും അവൾ മാർക്കിനോട് പറഞ്ഞു. ലിൻസെ ഓൺലൈനിൽ മാർക്കിനെ വശീകരിച്ച് പ്രണയം ഏറ്റുപറഞ്ഞു. എന്നാൽ പിന്നീട് മാർക്കിനൊരു സന്ദേശം ലഭിച്ചു. അത് തനിക്ക് കിട്ടിയെങ്കിൽ ലിൻസെ ഡ്യൂട്ടിക്കിടെ മരിച്ചുവെന്ന് അർത്ഥമാക്കുന്നു എന്നായിരുന്നു. ജോണിനെ സംരക്ഷിക്കേണ്ടത് മാർക്കിന്റെ കടമയാണെന്നും ജോൺ ആയിരുന്നു യഥാർത്ഥ ലക്ഷ്യമെന്നും അവളുടെ അവസാന ഇമെയിൽ മാർക്കിനോട് പറഞ്ഞു. പിന്നീട് ജാനറ്റ് ഡോബിൻസൺ എത്തി. താൻ MI6 നമ്പർ 3 ആണെന്ന് അവൾ പറഞ്ഞു. പ്രായമുള്ള, ഫ്ലേർട്ടി, കർശനക്കാരി. മാർക്ക് MI6ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നതിനുള്ള പരീക്ഷണത്തിലാണെന്ന് അവൾ മാർക്കിനോട് പറഞ്ഞു. അവൻ്റെ പുതിയ ദൗത്യം ജോണിനെ സംരക്ഷിക്കുക. 568 ബില്യൺ പൗണ്ടിൻ്റെ മുങ്ങിയ നിധിയുടെ മാനസിക താക്കോൽ ജോണിൻ്റെ പക്കലുണ്ടത്രേ. കൂടാതെ രാജ്ഞിയെയും പ്രധാനമന്ത്രിയെയും ഉടൻ കാണുമെന്നും അവൾ പറഞ്ഞു. കവർ നിലനിർത്താനായി മാർക്കും ജോണും യഥാർത്ഥ ജീവിതത്തിൽ നിരന്തരം ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ തുടങ്ങി. എന്നാൽ ജാനറ്റിൻ്റെ ദൗത്യങ്ങൾ വഷളായി. ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ജോണിനെ സ്വവർഗാനുരാഗിയായി കാണിക്കാൻ അവനുമായി ലൈംഗിക പ്രവൃത്തികൾ ചെയ്യാൻ അവൾ മാർക്കിനോട് നിർദ്ദേശിച്ചു. മാർക്ക് വഴങ്ങി. പിന്നീട് അവസാന ദൗത്യം വന്നു. ജോണിനെ മാറ്റിവെക്കാൻ കഴിയാത്ത ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്നും അവനെ ദുരിതങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ MI6 മാർക്കിനെ ആവശ്യമുണ്ടെന്നും പറഞ്ഞു. അത് ചെയ്താൽ കൊലപാതകത്തിനുള്ള ലൈസൻസ്, രാജ്ഞിയുമായുള്ള കൂടിക്കാഴ്ച, 80 ദശലക്ഷം പൗണ്ട് പ്രതിഫലം എന്നിവ ലഭിക്കുമെന്നും അവൾ വാഗ്ദാനം ചെയ്തു. മാർക്ക് മടിച്ചു. എന്നാൽ ജോൺ തന്നെ ചാറ്റിലൂടെ രോഗനിർണയം സ്ഥിരീകരിച്ചു. മാർക്കിന് അതായിരുന്നു വേണ്ട തെളിവ്. 2003 ജൂൺ 29 ആൺകുട്ടികൾ സാധനങ്ങൾ വാങ്ങാൻ പോയി. ജോൺ സഹായിച്ച് മാർക്ക് ഒരു കത്തി വാങ്ങി. ഉച്ചഭക്ഷണത്തിന് ശേഷം അവർ വിജനമായ ഒരിടവഴിയിലേക്ക് നടന്നു. മാർക്ക് മന്ത്രിച്ചു, "ഐ ലവ് യു ബ്രോ." എന്നിട്ട് തൻ്റെ ഉറ്റ സുഹൃത്തിനെ നെഞ്ചിൽ കുത്തി. ജോൺ നിലവിളിച്ചപ്പോൾ മാർക്ക് പറഞ്ഞു, "ആളുകൾ കേൾക്കും." പിന്നീട് അവർ കത്തി വലിച്ചൂരി. മാർക്ക് ജാനറ്റിനായി കാത്തിരുന്നു. അവൾ ഒരിക്കലും വന്നില്ല.